കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ പ്രസ്താവന തള്ളി കോൺഗ്രസും RMPയും. KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റു മനസ്സിലാക്കി ഖേദപ്രകടനം നടത്തിയ KS ഹരിഹരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അധിക്ഷേപ പ്രസ്താവന പാർട്ടി നിലപാടിന് വിരുദ്ധമെന്നും ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്നും KK രമ പറഞ്ഞു. CPMന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ RMP നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് KS ഹരിഹരൻ പറഞ്ഞതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. തെറ്റുപറ്റിയാൽ അതിനെ ന്യായീകരിക്കാനാകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. KS ഹരിഹരന്റെ പരാമർശം നിർഭാഗ്യകരമെന്നും പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ താനും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസോ UDF ലീഗോ ആരും അംഗീകരിക്കുന്ന മാത്രമല്ല RMPയും അംഗീകരിക്കുന്നില്ല. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു. അതിൽ തന്നെ നിർവാജ്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ പോഷകത്തിൽ ആ വിവാദം അവസാനിപ്പിക്കണം. ഒരിക്കൽ പോലും ഞങ്ങൾ ന്യായീകരിക്കുന്നത് മാത്രമല്ല, പാടില്ലാത്തതായിരുന്നു. മാത്രമല്ല, അതിൻ്റെ സംഘാടകനായി ഞാൻ എടുത്തു പറയുന്നു, അതിലൂടെ ഏതെങ്കിലും സഹോദരരുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടക നിലക്ക് ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഇത്തരത്തിലൊരു പരാമർശം അത് വിവാദമാകുന്നു. അതിനെ തള്ളിക്കൊണ്ട് RMPയും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്നു. ഇതിൽ പലതരത്തിലുള്ള ഖേദപ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഇത് പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ. പക്ഷേ ഈ ഖേദപ്രകടനങ്ങൾക്കും നിലപാട് തള്ളലിനും അപ്പുറമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? DYFI നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. CPMന്റെ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ായിരുന്നു UDFന്റെയും RMPയുടെയും നേതൃത്വത്തിൽ ഇന്നലെ വടകരയിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിലായിരുന്നു RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KS ഹരിഹരന്റെ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം. ആദ്യം സമൂഹ മാധ്യമങ്ങളിലാണ് ഈ വിവാദ പരാമർശം ചർച്ചയായത്. പിന്നീട് CPIMും DYFIയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ ഹരിഹരൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. കോൺഗ്രസും RMPയും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പാർട്ടിയും ഹരിഹരനെ തള്ളിക്കൊണ്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കൂടിയായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് VD സതീശൻ പറയുന്നു. ഈ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും VD സതീശൻ പത്രക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RMPയുടെ നേതാവ് കൂടിയായ KK രമ MLAയും ഹരിഹരനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി നിലപാടല്ല ഹരിഹരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇതുണ്ടാവാൻ പാടില്ല. മുമ്പാണെങ്കിലും സ്ത്രീകൾക്കെതിരെ മോശമായ ഒരു രീതിയിലും ഹരിഹരന്റെ ഭാഗത്തു നിന്നും പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതൊരു നാക്കുപിഴയാണ്. അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാണ് KK രമ MLAയുടെയും പ്രതികരണം. എന്താണെങ്കിലും വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് നിലവിൽ DYFIയുടെയും CPMന്റെയും തീരുമാനം. നിയമപരമായി വിഷയത്തെ നേരിടും, പരാതി നൽകും എന്നാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആദ്യം തന്നെ UDFും LDFും വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് പിന്നിൽ UDF ആയിരുന്നു എന്നായിരുന്നു CPMന്റെ ആരോപണം. അതിൽ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ UDFന് സാധിച്ചിരുന്നു. പക്ഷേ ഹരിഹരന്റെ ഈ പ്രസ്താവനയോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് UDF. എന്താണെങ്കിലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്, വിവാദമാവുകയാണ്. പാർട്ടി തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. വിഷയം ചർച്ചയാകുന്നു. ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവിടെ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഒക്കെ
പ്രതികരണങ്ങൾ വരുന്നു. പക്ഷേ ഈ പ്രതികരണങ്ങളിലൊക്കെ നിലപാട് തള്ളും എന്നതിലുപരി ഇതിലേതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? കെ രമ എം എൽ എയോട് ഇത് സംബന്ധിച്ച് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. കെ രമ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോഴും ഈ ഖേദപ്രകടനത്തോടെ ഈ വിഷയം അവസാനിക്കണമെന്നാണ് കെ രമ എം എൽ എ പറയുന്നത്. അപ്പോഴും മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചു പാർട്ടി തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് RMB യോഗം ചേർന്ന് ഈ വിഷയം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായി പറയാൻ സാധിക്കുക എന്നാണ് കെ രമ എം എൽ എ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ RMBയുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ച് ഒരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ KS ഹരിഹരൻ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തി. അതോടുകൂടി ഈ പ്രശ്നം അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിക്കണമെന്നാണ് RMB ഈ ഘട്ടത്തിൽ പറയുന്നത്. വിവാദമാകുന്ന സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്.